ബർത്തിൽ നിന്ന് നമുക്ക് 36 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. സോ ഇതാണ് എന്റെ ആഭരണ പെട്ടി. ഇതിലുണ്ട് കുറെ ഫുഡ്. സ്റ്റേഷനിലോട്ട് വന്നവർക്ക് ഒരു കടയിൽ വെച്ച് വെജ് പപ്സ് കണ്ടാൽ കുറെ നാൾക്ക് ശേഷം കണ്ടുകൊണ്ട് ഞാൻ വേഗം തന്നെ മേടിച്ചു. ഞാൻ കുറച്ച് കെച്ചപ്പ് കൂടെ ഉണ്ടായിരുന്നു, ഇത് പൊളിച്ചാനെ. എന്നിട്ട് ഞാൻ ഇവിടെ യൂണിബിക്കിന്റെ ചോക്ലേറ്റ് വേഫർ ആട്ട കഴിക്കണം. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. എന്നിട്ട് മമ്മി ഇവിടെ കുപ്പി നിറച്ച് ദാഹശമനി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് തന്നിട്ടുണ്ടായിരുന്നു. ലുക്ക് സോ എസ്തെറ്റിക്. രാത്രി ഡിന്നറിന് വേണ്ടി മമ്മി ഇവിടെ നമുക്ക് പൊതിച്ചോറ് തന്നിട്ടുണ്ട്. ആക്ച്വലി എപ്പോൾ പൊതിച്ചോറ് കാണുമ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ആലോചിക്കട്ടെ. ഷീ യൂസ് ടു എനിക്കിങ്ങനെ വായിൽ ഉരുട്ടി തരും. എനിക്ക് നല്ല ഓർമ്മ വന്നിട്ടുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. ആൻഡ് ഇതും സൂപ്പർ ടേസ്റ്റിയാണ്. ഡൈജഷൻ പ്രോപ്പർ ആവാനായിട്ട് ഇവിടെ കുറച്ച് അജ്വ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയമോദകം കഴിച്ചു. എന്നിട്ട് ഇവിടെ വജ്രാസനം എങ്ങനെ കണ്ടൊക്കെ തട്ടിമുട്ടി ഞാൻ ഇരുന്ന് ചെയ്തു. കാര്യം തേർഡ് എ സി ആണെങ്കിൽ പോലും ബാത്റൂമിൽ പോകുമ്പോൾ ഈ ഒരു ടോയ്ലറ്റ് സ്പ്രേ മസ്റ്റ് ഹാവ് ആണ്. അപ്പോൾ വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷ് ഒക്കെ ആയി വന്നതിന് ശേഷം ഇവിടെ കഴിക്കാൻ പോണതാണ് വെജ് ബർഗർ. യെസ്, പപ്സിൻ്റെ ഒപ്പം ഇതും കൂടെ പാക്ക് ചെയ്യിപ്പിച്ചിരുന്നു. ആൻഡ് ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഇത് ഞാൻ കഴിക്കണം. എൻ്റെ കോളേജ് ടൈം എനിക്ക് ഓർമ്മ പോലെയാണ്. ആൻഡ് സോ ടേസ്റ്റി. പിന്നെ കിറ്റ്കാറ്റ് ഇവിടെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പൊട്ടിച്ചൊക്കെ കാണിക്കും, പക്ഷെ ആ രണ്ടും കൂടെ ഞാൻ മിഴുങ്ങും. ഇതിൻ്റെ കൂടെ ഞാൻ മഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം, കിറ്റ്കാറ്റ് ആണോ മഞ്ചാണോ പെർക്കാണോ? എനിക്ക് ഫസ്റ്റ് നമ്പർ മഞ്ച്, സെക്കൻഡ് നമ്പർ കിറ്റ്കാറ്റ്, തേർഡ് നമ്പർ പെർക്ക്. അത് കഴിഞ്ഞ് ഞാൻ കിടന്നു ഇറങ്ങി. രാവിലെ കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് എൻ്റെ ഫുഡിൻ്റെ ബാഗാരും കട്ടോണ്ട് പോയില്ലല്ലോ. എന്നോ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഗസ് വാട്ട്, എനിക്ക് ട്രെയിനിൽ വെച്ച് ആദ്യമായിട്ട് കട്ടൻ ചായ കിട്ടി. ആ ചേട്ടനാണെങ്കിൽ ചോദിക്കുകയും ചെയ്തു ഷുഗർ വേണം, ഷുഗർ ഫ്രീ വേണം. ഞാനാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ റോൾ അടിക്കായിട്ട് ഷുഗർ ഫ്രീ എന്നും പറഞ്ഞു. ഇറ്റ്സ് ടൈം ഫോർ സ്കിൻ കെയർ. എൻ്റെ അടുത്ത് ഒരു നിവ്യ മെൻ ക്രീം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ. അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോകുന്നത്. ആൻഡ് ഇതൊരു ഓൾറൗണ്ടർ ക്രീമാണ്. നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, ബോഡിയിൽ അപ്ലൈ ചെയ്യാം, ആൻഡ് ഹാൻഡ് ക്രീം ആയിട്ടും യൂസ് ചെയ്യാം. സോ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത്, കാരണം എ സി കോച്ചിൽ എൻ്റെ ഡ്രൈ സ്കിൻ എക്സ്ട്രാ മതം ഇളകാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഞാൻ ലിപ് ബാമും അപ്ലൈ ചെയ്ത് എന്നിട്ട് പുതിയ ഒരു മാസ്ക് എടുത്ത് വെച്ചുട്ടാ. നോക്കുമ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ തുമ്മലായിരുന്നു. എനിക്കാണെങ്കിൽ റിസ്ക് എടുക്കാനേ പറ്റില്ല. ഈ ഒരു ദിവസം സോമവാർ വ്രത്നിച്ച് എൻ്റെ ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആപ്പിൾ പപ്പ കഴുകി വെച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു വന്നിട്ട് ഞാൻ കുറച്ച് നേരം കാലൊന്നും നിവർത്തി മുകളിൽ തന്നെ ഇരുന്നു, കാരണം താഴെ ഇരിക്കാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നില്ല, ഫുൾ തിരക്കായിരുന്നു. എന്നിട്ട് ഇവിടെ പപ്പ എനിക്ക് ഒഴുങ്ങിയ പഴവും കൂടെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും കഴിച്ച്. എന്നിട്ട് ഓറഞ്ചും ഉണ്ടായിരുന്നു, അതും കഴിച്ചു. കുറെ കഴിഞ്ഞ് ഉച്ചയായപ്പോഴേക്കും അതിൽ കൂടെ ഒരു ഭയ്യ പോയി ലസ്സി ഛാസ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഞാൻ ഒരു അമൂൽ ലസ്സി മേടിച്ച്. ഇതിന് കുറച്ച് റോസ് ഫ്ലേവറാണ്, നല്ല ടേസ്റ്റി ആണ്. അത് കഴിയുമ്പോൾ മമ്മി എനിക്ക് കുറച്ച് കവർ ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് ഞാൻ കച്ചറ ഇട്ട് കൊടുക്കണം. എപ്പോൾ ബാത്റൂം പോകും അപ്പം കളയും. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രി എത്തിയപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വ്രതം പൊട്ടിക്കണമല്ലോ. അപ്പോൾ സൂരത് സ്റ്റേഷൻ എത്തിയപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമുക്ക് അവർ കൊണ്ടുത്തരും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതായിരുന്നു ഈ ഒരു ജെയിൻ താലി. ഉണ്ടായിരുന്നു പാപ്പഡ്, അച്ചാർ, റൈസ്, ചപ്പാത്തി, 3 തരം കറി, ഗുലാബ് ജാമുൻ, ലസ്സി, പിന്നെ ഈ ഒരു കച്ചോറി, പിന്നെ ഇതിലുണ്ടായിരുന്നു ചൂർമ. എനിക്ക് സാലഡ് ആയിട്ട് ഇവിടെ കുക്കുമ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ദാൽ ചവല കഴിക്കണം, കാരണം ഫാസ്റ്റിംഗ് പൊട്ടിക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ആയിട്ട് വേണം ആദ്യം ചെല്ലാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ചപ്പാത്തി കഴിക്കേണ്ട, അതിൻ്റെ 2 തരം കറിയുണ്ട്, ഒരു പനീറും പിന്നെ കടലക്കറിയും ഉണ്ട്. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് ലസ്സി കുടിക്കുന്നുണ്ട്. ആൻഡ് ഗുലാബ് ജാമുൻ ഞാൻ ഒരെണ്ണേ കഴിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്ത്. അപ്പോൾ ശരി, ഞാൻ ഇവിടെ കിടക്കണം കുറച്ച് നേരം. എൻ്റെ സ്റ്റേഷൻ വന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.